ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം ഫൗണ്ടേഷൻ എക്സാമിനേഷൻ നല്ല ടഫാക്കി കൊണ്ടുവരുന്നുണ്ട്. കാരണം നേരത്തെ എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ മിക്ക കുട്ടികളും പാസ്സാകും, ഇന്റർമീഡിയറ്റ് ലെവലിൽ അവർ സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ ഫൈനൽ ലെവലിൽ അവർ സ്റ്റക്ക് ആവുന്നുണ്ടായിരിക്കും. അപ്പം ബാക്കിയുള്ളവർ BCom MCom കഴിഞ്ഞൊരു ജോബ് കാര്യങ്ങൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്നൊക്കെ പോകുമ്പോൾ ഇവരിവിടെ സ്റ്റക്ക് ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അത് മാറ്റിയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3-4 ഇയേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ നല്ല ടഫാക്കിയിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഫൗണ്ടേഷൻ പാസ്സാവാത്തത് പേടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അതൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. കാരണം ആ ഒരു ലെവലിൽ 2 months 3 months മാക്സിമം 6 months സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ കാര്യം മനസ്സിലാവും ഈ കോഴ്സ് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയോട് പറയാറുണ്ട്, പിന്നെ ഇന്റർ ലെവലിലും ഫൈനൽ ലെവലിലും ഇത് നിനക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ആണോ എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫൗണ്ടേഷൻ അത്രയും നല്ലൊരു ഫിൽറ്ററിംഗ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൗണ്ടേഷൻ പാസ്സായാൽ ഇന്റർ ഫൈനൽ പാസ്സാവാൻ കപ്പാസിറ്റി ഉണ്ട്, പണിയെടുക്കാനുള്ള മനസ്സ് ടൈം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാൽ മതി എന്നുള്ളതാണ്.